ഹായ്. അപ്പോൾ അത് ഇന്ന് നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഒരു മീൻ പീര വെക്കലാണേ. അമ്മയ്ക്ക് തീരെ വയ്യാണ്ടിരിക്കുന്നതുകൊണ്ട് ഫുഡിൻ്റെ പരിപാടിയെല്ലാം നമ്മളാണ് നോക്കുന്നത്. അപ്പോൾ ഒന്നും നോക്കിയില്ല, കുറച്ച് ചെറിയ മത്തി വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അത് നമുക്ക് നൈസായിട്ട് പീര വെക്കാം. ചട്ടിയൊക്കെ എടുത്ത് അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് കറി വെക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങളെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. മത്തിയും കഴുകി കുട്ടപ്പനാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ തേങ്ങാ ചണ്ടികൾ. പിന്നെ നേരെ കുറച്ച് വെളുത്തുള്ളി എടുത്ത് തിളച്ച എണ്ണയിലേക്ക് ഇടുക. പിന്നെ കുറച്ച് ഇഞ്ചിയും കൂടെ എടുത്തിടുക. അപ്പോൾ അങ്ങനെ അത് റെഡി ആയിട്ട് വരുമ്പോഴത്തേനും കുറച്ച് ചുവന്നുള്ളി ചതച്ചതുണ്ട്. അപ്പോൾ അതും കൂടെ നമുക്ക് അങ്ങോട്ട് എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ലേശം മുളക് അരിഞ്ഞത് അതും കൂടെ അങ്ങ് ഇട്ട് കൊടുക്കാവേ. പിന്നെ സവോള നല്ല കുനുകുനാന്നല്ലെങ്കിലും അരിഞ്ഞിട്ടുണ്ട്, അപ്പോൾ അത് നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലോണം അങ്ങോട്ട് ഇളക്കി റെഡിയാക്കുക. അപ്പോൾ അതിൻ്റെ പച്ചമുളകൊക്കെ പോയിട്ട് വരുമ്പോഴത്തേനും നമുക്ക് കുറച്ച് തക്കാളി, ഒരു പകുതി തക്കാളി കേട്ടോ, അതും കൂടെ അരിഞ്ഞത് അങ്ങോട്ട് ഇട്ട് കൊടുക്കാവേ. പിന്നെ ചിരകി വെച്ചേക്കുന്ന തേങ്ങ അത് ഞാൻ ജസ്റ്റ് ഒന്ന് മിക്സിയുടെ ജാറിലിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അതും കൂടെ അങ്ങ് ഇടുക, മിക്സ് ചെയ്യുക. കുറച്ച് കറിവേപ്പില ഇടുക, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുക. പിന്നെ ഒരു സ്പൂൺ മുളക് പൊടി, പിന്നെ കുറച്ച് എരിവിനും ഒരു ഫ്ലേവറിനും വേണ്ടി നമ്മൾ കുറച്ച് കുരുമുളകും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ 3 കുടംപുളി ഞാൻ ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ നമുക്കത് അതും കൂടെ ഒഴിച്ചു കൊടുക്കാവേ. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് വെള്ളവും കൂടെ അങ്ങ് ഒഴിക്കാവേ. അങ്ങനെ നമ്മുടെ മീനിടാനാണ് ആവശ്യമായിട്ടുള്ള എല്ലാ ചേരുവകളും ചേർത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ മീനും കൂടെ ഇട്ട് കേട്ടോ. മീനും ഇട്ട് ചട്ടി ഒന്ന് ചുറ്റിച്ചിട്ട് നേരെ മൂടി വെക്കാം. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം അതിൻ്റെ മൂടി തുറന്നപ്പോൾ ഉണ്ടല്ലോ, ആവിയും ആ സ്മെല്ലും എല്ലാം കൂടെ വന്നിട്ട് വായിൽ കപ്പലോടുകയാണ്. നമുക്ക് അവസാനമായിട്ടുള്ള കുറച്ച് പരിപാടിയാണ്. കുറച്ച് കറിവേപ്പില ഇടുക, നല്ല പച്ച വെളിച്ചെണ്ണ ചുറ്റിനും അങ്ങ് ഒഴിക്കുക. പിന്നെ ലേശം വിനാഗിരി ചെറിയ അടപ്പിൽ അങ്ങ് ഒഴിക്കുക. അങ്ങനെ നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട്. ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് പറയുമല്ല കേട്ടോ, അപാര ടേസ്റ്റ് സാധനം, പൊളിച്ചു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ശരി, ബൈ.